പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വാദി സഹമിലേക്കാണ്. അപ്പോൾ വലത്ത് സൈഡിലും ഇടത്ത് സൈഡിലും ഒക്കെ വലിയ വലിയ വൻ മലനിരകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് റിസോർട്ടുകളുണ്ട്. അപ്പോൾ അധികം വാഹനങ്ങളൊന്നും പോകാത്ത മലീഹ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വാദി സഹമിലേക്കാണ് നമ്മളെ യാത്ര. അവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ കഴിഞ്ഞ മഴയത്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ എല്ലാം ഇരുണ്ട് കിടന്നിരുന്ന ഡാർക്ക് കളർ കിടന്നിരുന്ന മലകളൊക്കെ പച്ച കളറായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് പച്ച കളർ മാറിയിട്ട് ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. നല്ല രസകരമായ കാഴ്ചയാണ്. പക്ഷേ ആ പച്ച കളർ കുറച്ചുകൂടെ ഹൃദയഹാരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നാലും നല്ല രസമുണ്ട്. എന്തായാലും അടുത്ത വേനൽക്കാലത്ത് കൂടുതൽ ഫലപുഷ്ടിയുള്ളതായി തീരും ഈ താഴ്വരകൾ എന്നൊക്കെയാണ് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ കണ്ടെയ്നർ കോഫി ഷോപ്പുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വാദി സഹമിലേക്കുള്ള യാത്രകൾ പ്രത്യേകത ഈ ഹൈവേയുടെ രണ്ട് സൈഡിലും വലിയ മൊട്ടക്കുന്നുകളാണുള്ളത്. പിന്നെ ഈ മൊട്ടക്കുന്നുകൾക്ക് ഇടയിലേക്ക് ചിലപ്പോൾ ചില തോട്ടങ്ങളൊക്കെ കാണാം. ഇതേപോലെ തോട്ടങ്ങൾ അറബികളൊക്കെ നട്ട് നനച്ച് വളർത്തുന്ന കുറച്ച് തോട്ടങ്ങൾ, പള്ളികളൊക്കെ കാണാം. ഇടയ്ക്കിടയ്ക്കൊക്കെ വീടുകളും കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കടകളിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളോ ബംഗ്ലാദേശികളോ ഒക്കെ ആണ്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പിൻ്റെ തുരുത്തുകൾ കാണാൻ പറ്റുന്നുണ്ട്. മരിപ്പച്ചകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങൾ കാണുന്നുണ്ട്. പിന്നെ വാദി സാം എന്ന് പറയുമ്പോൾ നമ്മൾ ഫുജൈറയിലെ ഒരു സ്ഥലമാണ് ഈ വാദി സാം എന്ന് പറയുന്നത്. അവിടെ ഈ താഴ്വാരങ്ങളിലൂടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മുമ്പ് പോയി കുളിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല. എന്തായാലും പോയി നോക്കണം. ഈ റോഡിൽ കൂടിയാണ് നമുക്ക് കൽബ, ഫുജൈറ, ഈസ്റ്റേൺ റീജിയനിലൊക്കെ പോകാൻ പറ്റുന്നത്. ഇവിടെ കൂടെയാണ്. അതുപോലെ തന്നെ ഒമാനിലേക്ക് പോകുന്ന ഹത്ത റോഡും ഈ വഴിയിൽ തന്നെയാണുള്ളത്. വളരെ നയന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ വലത്ത് സൈഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായ കാഴ്ച. നമ്മുടെ നാട്ടിലെ പൊന്മുടി മലകളിലൊക്കെ പോകുമ്പോഴാണ് ഇതുപോലെ പുല്ലുകൾ പിടിച്ചു കിടക്കുന്നത് കാണുന്നത്. ഈ അടുത്ത കാലം വരെ ഈ മലകളിലൊന്നും ഒരു പുല്ലിൻ്റെ തരി പോലും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കാണ്ട് വെള്ളമൊക്കെ വാദിയിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോകുന്ന പാടുകളൊക്കെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിച്ചിരിക്കുന്ന ഏരിയയുടെ പേര് അൽ മുനായ് എന്നാണ്. അൽ മുനായ് എന്നുള്ള ബോർഡ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞാൽ മുനായിലേക്ക് കയറാനുള്ള എക്സിറ്റാണ് നമ്മളിവിടെ വലതുഭാഗത്ത് കാണുന്നത്. ഈ എക്സിറ്റ് വഴി ഇറങ്ങിയാൽ അൽ മുനായ് എന്ന് പറഞ്ഞ ഗോത്രവർഗം താമസിക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ. അങ്ങനെ അതാണ് ഈ അടുത്ത ബന്ധം. അങ്ങനെ കയറ്റിറക്കങ്ങളുള്ള റോഡിലൂടെയാണ് പോകുന്നത്. പോസ്റ്റ് തൂണുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. മണ്ട പോയ കുറേ പനകളൊക്കെ ഇവിടോട്ടാണ്. ഈ മണ്ട പോയ കുറേ പനകൾ നമുക്ക് ആ താഴ്വാരങ്ങളിൽ കാണാം. ഇവിടെ കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളം ഒഴിച്ചു പോയതിൻ്റെ പാടുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ എല്ലാം ഇടിച്ചു തകർത്തുകൊണ്ടാണ് വെള്ളം ആ താഴ്വാരത്തിലേക്ക് പോയിരിക്കുന്നത്. പതാക എടുത്തു വെച്ചു. ആദ്യമേ പറയരുത്.